Hi dears, welcome to Malayali's Talks. Hello dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom ആൻഡ് BBA കാരുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 സെക്ഷനാണ് ഉണ്ടാവുക. ഫസ്റ്റ് സെക്ഷൻ A സെക്ഷൻ, അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. രണ്ടാമത്തെ B സെക്ഷനിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ C സെക്ഷനിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് A സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് ഉണ്ടാവുക, പക്ഷേ സീലിംഗ് മാർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്നല്ലോ, അതേ സെയിം പാറ്റേൺ തന്നെയാണ്, മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ് ടൈറ്റിൽ രചന നേരിടുന്ന 2 വെല്ലുവിളികൾ എന്തെല്ലാം? സബ് ടൈറ്റിൽ രചന നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലൊരു 2 എണ്ണമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ സംഭാഷണവും സന്ദർഭവും ആശയ ക്ലിഷ്ടതയില്ലാതെ, അതായത് ആശയത്തിന് യാതൊരു തെറ്റും ഇല്ലാത്ത വിധത്തിൽ ലക്ഷ്യഭാഷയിലൂടെ വിനിമയം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തേത്, സാംസ്കാരിക ഘടകങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ന് കേരളത്തിൽ ആധുനികീകരണം നടപ്പാക്കുന്നത് ഇവ രണ്ടിനെയും ഇല്ലാതാക്കിക്കൊണ്ടാണ്. ഏതെല്ലാം? കേരളത്തിൻ്റെ പ്രകൃതി വിഭവങ്ങളുടെ ചലനാത്മകതയായ പശ്ചിമഘട്ടത്തെയും മനുഷ്യാധ്വാനത്തിൻ്റെ ചലനാത്മകതയായ പൊതുവിദ്യാഭ്യാസത്തെയുമാണ് ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ ആധുനികീകരണം നടപ്പാക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, MP പോളിൻ്റെ അവതാരികയിൽ പരാമർശിക്കുന്ന പഞ്ചു മേനോൻ ആരാണ്? ഈ ചോദ്യം വന്നിരിക്കുന്നത് MP പോളിൻ്റെ ബാല്യകാല സഖി എന്ന വിമർശന ലേഖനത്തിൽ നിന്നാണ്. ഇവിടെ പരാമർശിച്ചിട്ടുള്ള പഞ്ചുമേനോൻ എന്ന് പറയുന്നത് നമ്മുടെ O ചന്തുമേനോൻ രചിച്ചിട്ടുള്ള പ്രശസ്തമായ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അതായത് ഇന്ദുലേഖയുടെ മുത്തശ്ശനാണ് പഞ്ചുമേനോൻ എന്ന് പറയുന്നത്. പരമ്പരാഗത നായർ കുടുംബത്തിലെ ആചാരങ്ങളും സാമൂഹ്യ ആചാരങ്ങളും കർശനമായി പാലിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നാലാമത്തെ ചോദ്യം, ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചീന്തിയ ഒരേടാണ് എന്ന് പറയാൻ കാരണമെന്ത്? കാരണം ബഷീർ തനിക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെയാണ് കഥയ്ക്ക് പ്രമേയമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മരണത്തേക്കാൾ ദാരുണമായ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥ കൂടിയാണ് ബാല്യകാല സഖിയുടേത്. അഞ്ചാമത്തെ ചോദ്യം, കേട്ടെന്ന് തോന്നി അകലെ നിന്നും എന്താണ് കേട്ടത്, ആരാണ് കേട്ടത്? അപ്പോൾ ഈ വരികൾ വന്നിരിക്കുന്നത് റഫീഖ് അഹമ്മദിൻ്റെ വഴിക്കണ്ണ് എന്ന കവിതയിൽ നിന്നാണ്. അപ്പോൾ ഇത് കേട്ടിരിക്കുന്നത് ആ കവിതയിലെ പ്രധാന കഥാപാത്രമായ കുട്ടിയാണ്. എന്താണ് കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കുട്ടിയുടെ കരച്ചിലാണ് കേട്ടത്. അതായത് അച്ഛനെ കാത്തിരിക്കുന്ന മറ്റൊരു കുട്ടിയുടെ കരച്ചിലാണ് കേട്ടത്. അടുത്ത ചോദ്യം, അനുകൽപ്പനം എന്നാൽ എന്ത്? ഉത്തരം, ഒരു ചിഹ്ന വ്യവസ്ഥയിലെ കൃതിയെ മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് മാറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാഹിത്യകൃതിയെ ദൃശ്യമാധ്യമത്തിലേക്ക് പകർത്തുമല്ലോ, ആ ഒരു പ്രക്രിയയാണ് അനുകൽപ്പനം എന്ന് പറയുന്നത്. അനുകൽപ്പനം എന്ന് പറയുന്നതും ചിഹ്നാന്തര വിവർത്തനം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം, യന്ത്രവിവർത്തനം എന്നാൽ എന്ത്? കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യുന്നതാണ് യന്ത്രവിവർത്തനം എന്ന് പറയുന്നത്. ഇതിനെ കമ്പ്യൂട്ടർ വിവർത്തനം എന്ന് പറയുന്നുണ്ട്. 1933 സ്മിർനോവ് ട്രോജൻസ്കിയാണ് ഈ വിവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, ബുക്ക് എന്നാൽ എന്ത്? ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ബുക്ക്. ഇലക്ട്രോണിക് ബുക്ക് എന്നാണ് അതിൻ്റെ ചുരുക്കെഴുത്ത്. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ബുക്ക് റീഡർ പോലുള്ളവ ഉപയോഗിച്ചാണ് ഇത് വായിക്കുക. അടുത്ത ചോദ്യം, തൽഭവം, തത്സമം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്ന് സ്വീകരിച്ചതും എന്നാൽ കാലക്രമേണ അർത്ഥത്തിലോ ഉച്ചാരണത്തിലോ എഴുത്തിലോ വ്യതിയാനം സംഭവിച്ച പദങ്ങളെയാണ് തൽഭവം എന്ന് പറയുന്നത്, തൽഭവ പദങ്ങൾ എന്ന് പറയുന്നത്. തത്സമ പദങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്നും യാതൊരുവിധ രൂപമാറ്റങ്ങളും കൂടാതെ സ്വീകരിക്കുന്ന പദങ്ങളെയാണ്. അടുത്ത ചോദ്യം, ദ റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി എന്ന കൃതി മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ആര്? ഈ കൃതി മലയാളത്തിൽ വിവർത്തനം ചെയ്തത് KK ജയകുമാറാണ്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോഴും ഇത് ഏത് പാഠഭാഗത്തിലാണെന്ന് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് മാർക്ക് ഉണ്ട് കേട്ടോ. അത് കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആ മാർക്ക് കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് MP പോളിൻ്റെ ബാല്യകാല സഖി എന്ന വിമർശനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് കരുതുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇതാണ്: MP പോളിൻ്റെ അല്ലെങ്കിൽ പ്രശസ്ത വിമർശകൻ MP പോളിൻ്റെ ബാല്യകാല സഖി എന്ന നിരൂപണ ലേഖനത്തിൽ നിന്നുള്ള വരികളാണിവ എന്ന് പറഞ്ഞിട്ട് വേണം അതിൻ്റെ ഉത്തരം എഴുതാനായിട്ട്. എങ്കിലാണ് നിങ്ങൾക്ക് ആ 2 മാർക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അടുത്തത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്ക് എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേ ആണ്. അതായത് ഒരു പേജെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം, ഒരു പുറമെങ്കിലും നിങ്ങൾ എഴുതണം. അതാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, പാരഗ്രാഫ് തിരിച്ച് എഴുതണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം തന്നെ സംഗ്രഹരചനയാണ് കൊടുത്തിരിക്കുന്നത്. സംഗ്രഹരചന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിന്ന് നിങ്ങളോട് സംഗ്രഹിച്ച് എഴുതാൻ പറയും. സംഗ്രഹിച്ച് എഴുതുക പറഞ്ഞാൽ നമ്മൾ സമ്മറി പോലെ എഴുതില്ലേ, അത് തന്നെയാണ് ഇത് സംഭവം. പക്ഷെ അതിൽ അനാവശ്യമായിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളും ഒഴിവാക്കിയിട്ട് ആശയം നിലനിർത്തിക്കൊണ്ട് ചെറുതാക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിവർത്തനം എന്നാൽ എന്ത്, വിവർത്തന രീതികൾ ഏതെല്ലാം. അപ്പോൾ വിവർത്തനം എന്നാൽ എന്തെന്ന് നമുക്കറിയാം ഇല്ലേ. പൊരുൾ നഷ്ടപ്പെടാതെ ഒരാശയം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ വിവർത്തനം എന്ന് പറയുന്നത്. വിവർത്തന രീതികൾ: ശബ്ദാർത്ഥ വിവർത്തനം, പദാനുപാത വിവർത്തനം, ആശയ വിവർത്തനം, സ്വതന്ത്ര വിവർത്തനം, ആശയ രൂപാന്തരണം. ഇതൊക്കെയാണ് വിവർത്തന രീതികൾ. ഇതിൽ സ്വതന്ത്ര വിവർത്തനം ഉണ്ട്. സ്വതന്ത്ര വിവർത്തനത്തിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുകൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്വതന്ത്ര വിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവർത്തനം ചെയ്യുമ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റും. ആ വിവർത്തനത്തിലെ പദങ്ങൾ മാറ്റുമെന്നാണ് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയാണ് ഒരു ഉപഭോക്താവിനെ ഉൽപ്പന്നം വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിഭാഷയിലെ കൃത്യത പ്രധാനമാണ്. ഇപ്പോൾ മൂലഭാഷയിൽ നിന്ന് ലക്ഷ്യഭാഷയുടെ സവിശേഷങ്ങൾക്ക് അനുഗുണമായിട്ട് പുതിയ അർത്ഥത്തിൽ അത് പുനർനിർവചിക്കുകയാണ് വിവർത്തനത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുന്നുണ്ട്, ആവേശത്തിലെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന സിനിമ, അതിലെ ഡയലോഗ് പരസ്യത്തിൽ ഉപയോഗിക്കുന്നത് പുനഃസൃഷ്ടിക്കൊരു ഉദാഹരണമാണ്. ഇതൊരു ക്വസ്റ്റ്യനായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഡയലോഗ് മാത്രം തന്നിട്ട് ഇത് ഏത് വിവർത്തനമാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചാൽ മതി, അത് സ്വതന്ത്ര വിവർത്തനമാണ്. ഓക്കെ. പിന്നെ വിവർത്തനത്തിൻ്റെ 3 വിഭാഗങ്ങൾ കൂടിയുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഹ്നാന്തര വിവർത്തനം, ഭാഷാന്തര വിവർത്തനം, അന്തർഭാഷാ വിവർത്തനം. ഇത് 3 വിവർത്തനത്തിലെ 3 വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. റോമൻ യാക്കോബ്സൺ പറയുന്ന 3 തരത്തിലുള്ള വിവർത്തന പ്രക്രിയകളും ഇത് 3 തന്നെയാണ് കേട്ടോ. അതായത് അന്തർഭാഷാ വിവർത്തനം, ഭാഷാന്തര വിവർത്തനം, ചിഹ്നാന്തര വിവർത്തനം. അടുത്ത ചോദ്യം: വിവാഹ സമ്മാനം എന്ന കവിതയിലെ ചേച്ചി അനുഭവിക്കുന്ന ഏകാന്തതയുടെ സാമൂഹ്യ തലം വിശദമാക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാഹ സമ്മാനം എന്ന കവിതയിലെ ചേച്ചി എത്രമാത്രം ഒറ്റപ്പെടൽ അവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. സ്വന്തം വീട്ടിൽ നിന്ന് വരെ, അതായത് അമ്മ പോലും മനസ്സിലാക്കാത്തൊരവസ്ഥയായിരുന്നു ആ ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. അതായത് എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരവസ്ഥ. വീട്ടിലാണെങ്കിൽ അനിയത്തിയോടാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രിയം. അപ്പോൾ അതൊക്കെ അവൾ അനുഭവിച്ച ഏകാന്തതയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി വേണം ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. 14ാമത്തെ ചോദ്യം: വിവർത്തനം ചെയ്യുക. അത് വേറൊന്നല്ല, ഒരു ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ തന്നിട്ട് നിങ്ങളോട് അത് മലയാളത്തിലേക്ക് ആക്കാൻ പറയും. അതാണ് വിവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ: ദൃശ്യചാരുതയാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകളുടെ സവിശേഷത. വഴിക്കണ്ണിനെ മുൻനിർത്തി വിശകലനം ചെയ്യുക. അപ്പോൾ ആ കവിതയിൽ അതായത് നമുക്ക് കാണുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഇല്ലേ. അതായത് ആ ഒരു ഉണ്ണിയുടെ കാഴ്ചയിൽ സ്വപ്നം എന്ന് തോന്നുന്നത് പോലെ ചൂട്ടുമിന്നി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതുപോലെ സംഘടനത്തിൻ്റെ ദൃശ്യങ്ങൾ, ഒച്ചയനക്കങ്ങൾ, നിഴലനക്കങ്ങൾ, അത് സൃഷ്ടിക്കുന്ന ഭാവമാറ്റങ്ങൾ, ഇതൊക്കെ ആ ഒരു ദൃശ്യചാരുതയാണ് വ്യക്തമാക്കുന്നത്. ഇത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 മാർക്കായിരിക്കും. അത് നമുക്ക് ചോയ്സ് ഉണ്ട്, 2 തന്ന ഏതെങ്കിലും 1 എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം പറയാം, നിങ്ങൾ എപ്പോൾ എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് എസ്സേ എഴുതാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. 16ാമത്തെ ചോദ്യം: കേരളം അനുഭവിക്കുന്ന പ്രധാന സമസ്യകൾ എന്തൊക്കെ? അപ്പോൾ കേരളം അനുഭവിക്കുന്ന പ്രധാന സമസ്യകൾ പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ ഉണ്ട്. അപ്പോൾ അത് നന്നായി വായിച്ചിട്ട് വിലയിരുത്തിയിട്ട് എഴുതിയാൽ മതി. അതിൻ്റെ ഷോർട്ട് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ അത് ഞാൻ എൻ്റെ ക്ലാസ്, അതായത് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഞാനത് കൊടുത്തിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ ആ ചെറിയ ഭാഗം വായിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം:
കവിതയിലെ പ്രതീകങ്ങളെ സവിശേഷമായ രീതിയിൽ വ്യാഖ്യാനിച്ചാണ് നിരൂപകർ കവിതയുടെ അധികമാനങ്ങൾ കണ്ടെത്തുന്നത്. ഇ.പി. രാജഗോപാലൻ്റെ വിവാഹ സമ്മാനം പൂട്ടും തുറപ്പും എന്ന ലേഖനത്തെ അടിസ്ഥാനമാക്കി വിശദീകരിക്കുക. നിങ്ങളപ്പോൾ ആ ഒരു വിമർശന ലേഖനമാണ് നന്നായിട്ട് എഴുതേണ്ടത്. അതായത് ഇവിടെ കാവ്യബിംബങ്ങളുടെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നതിൽ വളരെ ശ്രദ്ധ ലേഖനം പുലർത്തിയിട്ടുണ്ട്. കുളം, താമര, വിവാഹ സമ്മാനം എന്നീ പ്രയോഗങ്ങളെ മുൻനിർത്തിയുള്ള നിരീക്ഷണങ്ങളാണ് ശ്രദ്ധേയം. വ്യക്തിയെ മാനിക്കാത്ത പരമ്പരാഗത കുടുംബം അനിവാര്യമായും നേരിടുന്ന പ്രതീക സ്ഥാനമാണ് കുളത്തിൻ്റേത്. വിവാഹ സമ്മാനം എന്നത് ഒരു വിവാഹ ബന്ധത്തെ മറ്റൊരാൾ അംഗീകരിക്കുന്നതിൻ്റെ സൂചനയാണ്. ഇവിടെ സ്വന്തം ജീവൻ തന്നെയാണ് വിവാഹ സമ്മാനമായി യുവതി നൽകുന്നത്. താമരയുടെ സ്ത്രൈണ ലൈംഗിക ബന്ധം ഒരു ഇന്ത്യൻ കൽപ്പനയാണ്. ഈ കവിതയെ സംസ്കാര വിമർശനത്തിൻ്റെ രീതിശാസ്ത്രത്തിലൂടെയാണ് ലേഖകൻ വിശകലനം ചെയ്തിരിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചോളൂ. പിന്നെ മാക്സിമം ഞാൻ എടുക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് അതൊരു ഉപകാരപ്പെടും. നിങ്ങൾക്ക് എക്സാമിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക എത്രയും പെട്ടെന്ന് തന്നെ. ചെറിയൊരു ഫീസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ ചാനലുകളൊക്കെ വലിയ ഫീസ് വാങ്ങിയിട്ടാണ് ഓരോരുത്തരും അതിൽ ചേരുന്നത്. അപ്പം നമ്മൾ അത്ര വലിയ ഫീസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു റീചാർജ് ചെയ്യാനടക്കം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. ആ ഒരു എമൗണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.